നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ ജെ, ആറ്റിങ്ങൽ ശ്രീഗോകുലം മെഡിക്കൽ സെൻ്ററിലെ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആസ്മ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ആസ്മ പ്രൊവോക്ക് ചെയ്യുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ കാരണങ്ങളെ പറ്റിയാണ്. ആസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പാരമ്പര്യപരമായിട്ടും അതുപോലെ തന്നെ അലർജിയുടെ വകഭേദമായിട്ടും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. കോവിഡ് ഇൻഫെക്ഷൻ, അതായത് കൊറോണ വന്നതിന് ശേഷം ആസ്മ രോഗികളുടെ എണ്ണത്തിൽ ഒരുപാട് വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്മ ലക്ഷണങ്ങളും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ആസ്മയിൽ സംഭവിക്കുക എന്തെന്നാൽ ശ്വാസനാളത്തിലെ നീർവീക്കം, അതായത് എയർവേ ഇൻഫ്ലമേഷൻ, അതിൻ്റെ കൂടെ തന്നെ ശ്വാസനാളത്തിലെ ചുരുക്കം, ബ്രോങ്കോസ്പാസം, ഇതാണ് ആസ്മയിൽ സംഭവിക്കുന്നത്. ആസ്മ ട്രിഗേഴ്സ് അഥവാ ആസ്മയെ പ്രൊവോക്ക് ചെയ്യുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് തണുപ്പ്, പൊടി, പുക, അമിത വ്യായാമം, ബെഡ്ഷീറ്റും തലയിലും കാണുന്ന ഡസ്റ്റ് മൈറ്റ്സ്, അതുപോലെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ജലദോഷം, തൊണ്ടവേദന മുതലായവയാണ്. ഈ ആസ്മ ട്രിഗേഴ്സ് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആസ്മയെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. ആസ്മ രോഗികൾ തണുപ്പടിക്കാതിരിക്കുക, തണുത്ത കാറ്റ് കൊള്ളാതിരിക്കുക, മാസ്ക് ധരിക്കുക, അതുപോലെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി വാക്സിനേഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ആസ്മ വരുന്നത് തടയാൻ സാധിക്കും. ആസ്മ എന്ന രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് ആസ്മ വരാതിരിക്കാൻ സൂക്ഷിക്കുന്നതാണ്.